ഹായ് എവരിവൺ, ഫിനിക്സ് ക്ലാസ്സസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസും അതിൻ്റെ പ്രോബ്ലമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതെല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കണം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഇൻകം ഫ്രം സാലറി എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അതിൽ ആദ്യം കുറച്ച് എന്താണ് സാലറി എന്ന് പറഞ്ഞിട്ട് ഞാൻ പെൻഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് പോവുകയാണ്. കാരണം സാലറിയിൽ അധികം ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാനില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ സാലറി എന്താണെന്നുള്ളതിന്റെ ഡെഫിനിഷൻ ഫോട്ടോ എടുത്തിടാം, അത് നോക്കി പഠിക്കണം കേട്ടോ. നമുക്ക് തുടങ്ങാം. ഇനി ആദ്യം സാലറി എന്ന് പറഞ്ഞാൽ എന്താണ്? സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എംപ്ലോയർ ഒരു എംപ്ലോയിക്ക് അയാൾ കൊടുക്കുന്ന സർവീസസിന് പകരം കൊടുക്കുന്ന ഒരു പേയ്മെന്റ്, അത്രയും വിചാരിച്ചാൽ മതി. അതായത് ഞാനൊരു ജോലി സ്ഥലത്ത് ജോലി ചെയ്യുന്നുണ്ടെന്ന് വെക്കാം. അതായത് ഞാൻ സർവീസ് ചെയ്യുന്നുണ്ട്, ഞാൻ അയാൾക്ക് വേണ്ടിയിട്ട് അക്കൗണ്ട്സിന്റെ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിൽ എംപ്ലോയർ എനിക്ക് തരുന്ന പേയ്മെന്റിനെയാണ് പറയുന്നത് സാലറി എന്ന് പറയുന്നത്. ഇപ്പൊ ഇൻകം ഫ്രം സാലറി എന്ന് പറയുന്നത് ഇതിന്റെ ഫസ്റ്റ് ഹെഡിങ് ആണ്. അതിലത്തെ ആദ്യമാണ് സാലറി എന്ന് പറയുന്നത്. സാലറിയിൽ കുറേ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് ഒന്നാമത്തെ എന്താണ് സാലറി, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ആദ്യം ഞാൻ പറയുന്നത്. അതിലെന്താണ് വരുന്നത്? എംപ്ലോയറും എംപ്ലോയിയും തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവണം. അതായത് എംപ്ലോയർ, അതായത് അയാൾ ഒരാളുടെ ഓഫീസിൽ വർക്ക് ചെയ്യുകയോ എന്തെങ്കിലും ഒരു സർവീസ് എംപ്ലോയി കൊടുക്കുമ്പോഴാണ് എന്തുണ്ടാവുന്നത്, എംപ്ലോയർ എംപ്ലോയിക്ക് പേയ്മെന്റ് കൊടുക്കുന്നത്. രണ്ടാമത്തെ പോയിന്റ് വരുന്നത് പ്ലേസ് ഓഫ് സാലറി. എവിടെയാണ് ഞാൻ സർവീസ് റെൻഡർ ചെയ്യുന്നത്, സർവീസ് കൊടുക്കുന്നത്, പക്ഷെ എനിക്ക് സാലറി കിട്ടുന്നത് വേറൊരു സ്ഥലത്താണെങ്കിലും സർവീസ് എവിടെയാണോ കൊടുക്കുന്നത് ആ സ്ഥലത്തായിരിക്കും ഞാൻ എന്തായിരിക്കും വരുന്നത്, സാലറി ടാക്സബിൾ ആയിരിക്കും. പിന്നെ അടുത്തത് വരുന്നത് എന്തായിരിക്കും, സറണ്ടർ ഓഫ് സാലറി. സറണ്ടർ ഓഫ് സാലറി എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് എംപ്ലോയിയൊക്കെ വോളണ്ടറി റിട്ടയർമെന്റ് എടുക്കാറുണ്ട്. ഈ വോളണ്ടറി റിട്ടയർമെന്റ് എടുക്കുന്നത് ഗവൺമെന്റ് എംപ്ലോയിനെ സംബന്ധിച്ചിടത്തോളം ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. റൂള് പറയുന്നത് വോളണ്ടറി സറണ്ടർ ഓഫ് സാലറീസ് ആക്ട് 1961 പ്രകാരം ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് സെസേഷൻ ഓഫ് എംപ്ലോയ്മെന്റ്. സെസേഷൻ ഓഫ് എംപ്ലോയ്മെന്റ് എന്ന് പറയുമ്പോൾ ഞാൻ സർവീസ് കൊടുത്തു കഴിഞ്ഞിട്ടും എനിക്ക് എന്താ പറയുക ഇൻകം കിട്ടുന്നത്, അത് സാലറി കിട്ടുന്നുണ്ട്. അതായത് പെൻഷൻ, ഒരു എക്സാമ്പിൾ പറയാൻ വെച്ചാൽ പെൻഷൻ, അതെന്താ റിട്ടയർമെന്റ് കഴിഞ്ഞിട്ടായിരിക്കും എനിക്ക് കിട്ടുന്നുണ്ടാവുക. അപ്പൊ അത് പെൻഷൻ എന്തായിരിക്കും വരുന്നത്, ടാക്സബിൾ ആയിട്ടാണ് കണക്കാക്കുന്നത്. പിന്നെ വരുന്നത് ഡിഡക്ഷൻ ഓഫ് സാലറി. ഡിഡക്ഷൻ ഓഫ് സാലറി എന്ന് പറയുമ്പോൾ നമുക്ക് എംപ്ലോയർ നമുക്ക് തരുന്ന സാലറിയിൽ നിന്ന് ചില ഡിഡക്ഷൻസ്, അതായത് PF കൊടുക്കുന്ന എമൗണ്ട്, അങ്ങനെ കുറച്ച് ഡിഡക്ഷൻ ചെയ്യാറുണ്ട്. അപ്പൊ എന്തായിരിക്കും, ആ ഡിഡക്ഷൻസ് കുറച്ച് കിട്ടുന്ന എമൗണ്ട് എന്തായിരിക്കും, നെറ്റ് സാലറി ആയിരിക്കും. ശരിക്കും എന്താ, ഗ്രോസ് സാലറി ആണ് നമ്മൾ ടാക്സബിൾ ആയിട്ട് എടുക്കാം. അപ്പൊ ഗ്രോസ് സാലറി കാണണമെങ്കിൽ എന്തായിരിക്കും, ഈ ഡിഡക്ഷൻസ് എല്ലാം ആഡ് ബാക്ക് ചെയ്യേണ്ടി വരുന്നതാണ് പറയുന്നത്. ഓക്കെ, പിന്നെ എന്തായിരിക്കും വരുന്നത് സാലറി ഓഫ് എ പാർട്ണർ. സാലറി ഓഫ് എ പാർട്ണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ നമ്മുടെ പാർട്ട്ണർക്ക് സാലറി കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും ഇൻകം എന്താ പറയുക സാലറിയുടെ ഹെഡിലല്ല കാണിക്കുക. ആ ഹെഡ് കാണിക്കുന്നത് നമ്മുടെ ഇൻകം ഫ്രം ബിസിനസ് ആൻഡ് പ്രൊവിഷൻ എന്ന് പറയുന്ന ഒരു ഹെഡ് ഉണ്ട്, അവിടെ ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക. പിന്നെ ഫാമിലി പെൻഷൻ. ഫാമിലി പെൻഷൻ റിസീവ്ഡ് ബൈ വിഡോ ഓർ ഫാമിലി മെമ്പേഴ്സ് ആർ ടാക്സബിൾ അണ്ടർ. അപ്പോൾ അതായിരിക്കും അത് ഏത് ഹെഡിലാണ് വരിക, ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്ന് പറയുന്ന ഹെഡിലായിരിക്കും ഫാമിലി പെൻഷൻ കാണിക്കുക. അപ്പോൾ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് പഠിക്കാം. പിന്നെ ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ഇൻകം എന്ന് ചോദിക്കാം. പിന്നെ ഡെഫിനിഷൻ ഓഫ് ഇൻകം ചോദിക്കാറുണ്ട്. ഡെഫിനിഷൻ ഒക്കെ പഠിക്കണം കേട്ടോ, അങ്ങനെ തന്നെ. ഇനി എങ്ങനെയാണ് ഈ സാലറി എന്തായിരിക്കും ചാർജബിലിറ്റി എങ്ങനെയാണ്, അതായത് സാലറിനെ ഡ്യൂ ബേസിസിലും റിസീപ്റ്റ് ബേസിസിലും ചാർജ് ചെയ്യാറുണ്ട്. അത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ടാക്സ് ചെയ്യാൻ എങ്ങനെയാണ്, സാലറി എങ്ങനെയാണ് ടാക്സ് ചെയ്യണമെന്നാണ് ചോദ്യം വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഡ്യൂ ബേസിസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പൊ കിട്ടിയിട്ടുണ്ടാവില്ല, പക്ഷെ പിന്നീട് കിട്ടും. അതായത് ഞാനൊരു സ്ഥലത്ത് ജോലി ചെയ്യായിരുന്നു, ഞാൻ വേറൊരു സ്ഥലത്തേക്ക് എന്താ പറയുക വേറൊരു എനിക്ക് ജോലി കിട്ടി, ഇപ്പൊ അവിടേക്ക് ട്രാൻസ്ഫർ മാറി, ജോലി മാറി. അപ്പൊ എന്തായിരിക്കും പറയാ, പ്രീവിയസ് ജോലി സ്ഥലത്ത് എനിക്ക് എന്ത് കിട്ടാനുണ്ട്, സാലറി കിട്ടാനുണ്ട്. അതെന്തായിരിക്കും വരുന്നത്, കിട്ടും എന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പൊ അതായത് എന്തായിരിക്കും വരുന്നത്, ഞാൻ അതിന്റെ ബേസിസിൽ എന്തായിരിക്കും ഡ്യൂ ബേസിസിൽ ഞാൻ എന്ത് കൊടുക്കാം, ടാക്സ് കൊടുക്കാം. പിന്നെ വരുന്നത് എന്തായിരിക്കും റിസീപ്റ്റ് ബേസിസിൽ. റിസീപ്റ്റ് ബേസിസ് എന്ന് പറയുമ്പോൾ എനിക്ക് കൈ കിട്ടിയതിന്റെ ബേസിസിലായിരിക്കും ഞാൻ കൊടുക്കുന്നുണ്ടാവുക. അതിന്റെ എക്സാമ്പിൾ ആണ് അഡ്വാൻസ് സാലറി. അതായത് പിന്നീട് അടുത്ത മാസത്തെ സാലറി എനിക്ക് മുന്നിട്ട് കിട്ടുകയാണ്. അപ്പൊ അതിന്റെ ബേസിസിൽ എന്തായിരിക്കും ഞാൻ ടാക്സ് കൊടുക്കുന്നുണ്ടാവും. ഇത്രയാണ് എന്തായിരിക്കും സാലറി എന്ന് പറയുന്ന ഹെഡിൽ വരുന്ന ഒരു ചെറിയൊരു ഡെഫിനിഷൻ, ഇതൊക്കെ എക്സ്പ്ലനേഷൻ. പിന്നെ ഡെഫിനിഷൻ ഓഫ് ദ സാലറി. ഡെഫിനിഷൻ ഓഫ് സാലറിയിൽ എന്തായിരിക്കുന്നത് ആന്യൂറ്റി, പെൻഷൻ, പിന്നെ എന്തായിരിക്കും വരുന്നത് വേജസ്. ഈ വേജസ് എന്ന് പറയുന്നതും സാലറി എന്ന് പറയുന്ന ഹെഡിലാണോ നമ്മൾ ചെയ്യുന്നത്. അത് കോസ്റ്റ് അക്കൗണ്ടിൽ നമ്മൾ പ്രത്യേകം സാലറിയും വേജും വേറെ പഠിക്കുന്നുണ്ട്. പക്ഷെ ഇൻകം ടാക്സിൽ വേജസ് എന്ന് പറയുന്നതും സാലറി എന്ന് പറയുന്ന ഹെഡിലായിരിക്കും എടുക്കുന്നുണ്ടാവുക. പിന്നെ എന്തായിരിക്കും വരിക എൻകാഷ്മെന്റ് ഓഫ് ലീവ്,
പിന്നെ ഫീസ് കമ്മീഷൻ അതൊക്കെ കിട്ടുന്നത്, അഡ്വാൻസ് അരിയേഴ്സ് ഓഫ് സാലറി, ആനുവൽ അക്രിയേഷൻ ഓഫ് റെക്കഗ്നൈസ്ഡ് പ്രോവിഡന്റ് ഫണ്ട്, ഇതെല്ലാം സാലറി എന്ന് പറയുന്ന ഹെഡിലായിരിക്കും ചേർക്കുന്നത്. ഇതിലിപ്പോ നമ്മൾ പെൻഷൻ എന്താന്ന് പറഞ്ഞിട്ട് അതിന്റെ ക്വസ്റ്റ്യൻ ചെയ്യും. എൻകാഷ്മെന്റ് ലീവ്, ഗ്രാറ്റുവിറ്റി, ഇതൊക്കെ പ്രത്യേകം ഹെഡിങ് ആയിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് അതിന്റെ പ്രോബ്ലം ചെയ്യും. ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പെൻഷൻ എന്ന് പറയുന്ന ഹെഡാണ്. പെൻഷൻ എന്താന്ന് പറയും, അതിലുള്ള നമുക്ക് വരുന്നത് പ്രോബ്ലംസും, ഒരു 2 പ്രോബ്ലംസും ചെയ്യും. പിന്നെ കൂടുതൽ പ്രോബ്ലംസ് വേണമെങ്കിൽ നിങ്ങൾ എന്നോട് പറയണം, കമന്റ് ബോക്സിൽ വന്ന് പറയണം, എന്നാലേ ഞാൻ പ്രോബ്ലം ഉള്ളൂ കേട്ടോ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പെൻഷനെ പറ്റിയിട്ടാണ്. അപ്പോൾ പെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാലറിയുടെ ഹെഡിലാണ് വരുന്നത്. ഓക്കെ, പെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, ഒരാള് ഒരു സർവീസ് അവസാനിപ്പിച്ചതിന് ശേഷം അയാളുടെ സർവീസിന്റെ ആ ഭാഗമായിട്ട് അയാൾക്ക് എന്തായിരിക്കും വരുന്നത്, കൊടുക്കുന്ന എമൗണ്ടിനെയാണ് എന്ന് പറയുന്നത് പെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതായത് പെൻഷൻ ഈസ് ദ പീരിയോഡിക് പേയ്മെന്റ് മെയ്ഡ് ബൈ ആൻ എംപ്ലോയർ ടു ദ എംപ്ലോയി കൺസിഡറേഷൻ ഓഫ് പാസ്റ്റ് സർവീസ്. അതായത് ഒരു എംപ്ലോയിക്ക് അയാളുടെ പാസ്റ്റ് സർവീസിന് വേണ്ടിയിട്ട്, അയാൾ ചെയ്ത സർവീസിന് വേണ്ടിയിട്ട് പിന്നീട് റിട്ടയർമെന്റിന് ശേഷം കൊടുക്കുന്ന എമൗണ്ടിനെയാണ് പറയുന്നത് പെൻഷൻ എന്ന് പറയുന്നത്. ക്ലിയർ? പെൻഷൻ 2 തരത്തിലുണ്ട്, അൺകമ്മ്യൂട്ടഡ് പെൻഷനും കമ്മ്യൂട്ടഡ് പെൻഷനും. അൺകമ്മ്യൂട്ടഡ് പെൻഷൻ എന്ന് പറഞ്ഞാൽ പീരിയോഡിക്കലി ആയി കിട്ടുന്ന എമൗണ്ട് ആണ്, അത് ഫുള്ളി ടാക്സബിൾ ആണ്. കമ്മ്യൂട്ടഡ് പെൻഷൻ എന്ന് പറഞ്ഞാൽ ഇന്റർചേഞ്ച്, കമ്മ്യൂട്ടഡ് എന്ന് പറഞ്ഞാൽ ഇന്റർചേഞ്ച് എന്നാണ് അർത്ഥം. അതായത് ഒരു എംപ്ലോയി അയാളുടെ റൈറ്റ്, അതായത് അയാൾക്ക് എന്താ പറയുക പെൻഷൻ കിട്ടാനുള്ള റൈറ്റ് ഉണ്ടല്ലോ, അതിന് ഫുള്ളി അല്ലെങ്കിൽ പാർട്ട്ലി ആയിട്ട് ഒരു ലംസമായിട്ട് എമൗണ്ട് ആയിട്ട് കിട്ടാനുള്ള അയാളുടെ അവകാശത്തിന് മാറ്റുന്നതിനാണ് കമ്മ്യൂട്ടഡ് പെൻഷൻ എന്ന് പറയുന്നത്. അതിൽ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് എംപ്ലോയിക്കും വരും, പിന്നെ അല്ലാണ്ട് പ്രൈവറ്റ് ആയിട്ടുള്ള ആൾക്കാരെയും വരുന്നുണ്ട്. ഗവൺമെന്റ് എംപ്ലോയിക്ക് എന്തായിരിക്കും, ഫുള്ളി എക്സംപ്റ്റഡ് ആണ്, അതായത് അവർക്ക് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നർത്ഥം. ഇനി അതില് പിന്നെ പറയുകയാണ് ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്നത്. ഗ്രാറ്റുവിറ്റി എന്താണെന്ന് നമ്മൾ ഇതിന് ശേഷം പഠിക്കും കേട്ടോ. അതിൽ വരും എന്തായിരിക്കും വരുന്നത്, ഇപ്പോ ക്വസ്റ്റ്യനിൽ വരികയാണ് ഹൂ റിസീവ്സ് ഗ്രാറ്റുവിറ്റി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും വരുന്നത്, എങ്ങനെയാ 1/3 ഓഫ് കമ്മ്യൂട്ടഡ് പെൻഷൻ, അതായത് കമ്മ്യൂട്ടഡ് പെൻഷന്റെ 1/3 വരെ എന്തായിരിക്കും എന്നത് എക്സംപ്റ്റഡ് ആയിരിക്കും. പിന്നെ എന്തായിരിക്കും വന്നത്, ഗ്രാറ്റുവിറ്റി കിട്ടുന്നില്ല, ഡു നോട്ട് റിസീവ് ഗ്രാറ്റുവിറ്റി ആണെങ്കിൽ ഹാഫ് ഓഫ് ദ കമ്മ്യൂട്ടഡ് പെൻഷൻ വരെ എന്തായിരിക്കും വരുന്നത് എക്സംപ്റ്റഡ് ആയിരിക്കും. മനസ്സിലായോ? അതായത് പെൻഷൻ ആണ്, പെൻഷന്റെ റൈറ്റ് ആണ് എന്തായിരിക്കും, നമുക്കത് ലംസം എമൗണ്ട് ആയിട്ട് കിട്ടാനുള്ള ഒരു റൈറ്റിനെയാണ് കമ്മ്യൂട്ടഡ് പെൻഷൻ എന്ന് പറയുന്നത്. അതിൽ എന്തായിരിക്കും വരുന്നത്, ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ ഫുള്ളി എക്സെപ്റ്റഡ് ആണ്. ഗ്രാറ്റുവിറ്റി കിട്ടുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്തായിരിക്കും, ആ കമ്മ്യൂട്ടഡ് പെൻഷന്റെ 1/3 വരെ എക്സെപ്റ്റഡ് ആണ്. ഗ്രാറ്റുവിറ്റി കിട്ടാത്ത ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഹാഫ് ഓഫ് ദ കമ്മ്യൂട്ടഡ് പെൻഷൻ. അത് കമ്മ്യൂട്ടഡ് പെൻഷൻ എങ്ങനെയാണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഇപ്പൊ ഞാൻ കാണിച്ചു തരാം പ്രോബ്ലത്തില്. അല്ലെങ്കിൽ ഹാഫ് ഓഫ് ദ കമ്മ്യൂട്ടഡ് പെൻഷൻ വരെ എക്സെപ്റ്റഡ് ആണ്. ഇതാണ് അതിന്റെ തിയറി എന്ന് പറഞ്ഞു വരുന്നത്. അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് ഇങ്ങനെ ഒരു എന്താ പറയുക ട്വിസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് പറയുന്നത്, എങ്കിലും നമുക്ക് ഇതാണ് അതിന്റെ ബേസിക് ആയിട്ടുള്ളത്. ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക്. അപ്പൊ ക്വസ്റ്റ്യൻ പറയാം. മിസ്റ്റർ ഗോപൻ റിട്ടയർഡ് ഫ്രം എ കമ്പനി 31/12/2009. റിട്ടയർ ചെയ്യുന്ന ഡേറ്റ് വരുന്നത് 31/12/2019. ഓക്കെ, and his pension was fixed 8,000 per month. Pension വരുന്നത് 8,000 per month ആണ്. He does not commute any part of his pension. അയാൾ എന്ത് ചെയ്തില്ല, അയാളുടെ റൈറ്റ് കൊടുത്തിട്ടില്ല, കമ്മ്യൂട്ടർ പെർമിറ്റ് ചെയ്തിട്ടില്ലാണ്. പിന്നെ compute his taxable pension for the previous year 2019-20 assuming pension received on the last day of the month. എത്ര രൂപയാണ് അയാൾക്ക് പെൻഷൻ ആയിട്ട് കിട്ടുന്നത്, അത് എത്രയാണ്, ടാക്സബിൾ പെൻഷൻ എത്രയാണെന്നാണ് നമുക്ക് കാണാം. ഇതിൽ ഒന്നാമത്തെ കാര്യം നോക്കേണ്ടത് റിട്ടയർ ചെയ്യുന്നത് 31/12 അതായത് ഡിസംബറിലാണ്. നമ്മളുടെ അക്കൗണ്ടിങ് ഇയർ എന്ന് പറയുമ്പോൾ എന്തായാലും ഫൈനാൻഷ്യൽ ഇയർ എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മാർച്ച് വരെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താ, ഡിസംബർ തൊട്ട് നമുക്ക് വേണ്ടത് മാർച്ച് വരെയാണ് വരുന്നത്. അപ്പോൾ 3 months ആണ് വരുന്നുള്ളൂ. ഓക്കെ, ഇനി 8 month ആണ്, 8,000 rupees ആണ് പെർ മന്ത് ആണ്. അപ്പൊ കമ്മ്യൂട്ടഡ് പെൻഷന് അയാൾ കൊടുത്തിട്ടില്ലെങ്കിൽ ബാക്കിയുള്ള എമൗണ്ട്, അതായത് ഫുൾ എമൗണ്ട് പെൻഷൻ എന്തായിരിക്കും, ടാക്സബിൾ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അപ്പൊ അത് ആദ്യം തന്നെ എഴുതണം എന്നുള്ളത്. ഓക്കെ, അതായത് എങ്ങനെയാ എഴുതുക, മന്ത്ലി പെൻഷൻ ഈസ് ടാക്സബിൾ, ഹി ഈസ് നോട്ട് റിസീവ് എനി, അതായത് ഹി ഡസ് നോട്ട് കമ്മ്യൂട്ട് എനി പാർട്ട് ഓഫ് ഹിസ് പെൻഷൻ ഒന്ന് എഴുതി വെക്കണം. അതിനുശേഷമാണ് എഴുതുന്നത്. എന്തായിരിക്കുന്നത്, എങ്ങനെയാ എഴുതുക, പീരീഡ് എങ്ങനെയായിരിക്കും വരിക, 1st January 2022 31st March 2020 വരെയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട എന്തായിരിക്കും ഡേറ്റ് എന്ന് പറയുന്നത്.
അപ്പോൾ എത്ര മാസമാണ് വരുന്നത്? 8,000 rupees into 3. അപ്പോൾ എത്രയായിരിക്കും വരുന്നത്? 24,000 ആയിരിക്കും വരുന്നത്. ഈ 24,000 rupees എന്തായിരിക്കും വരുന്നത്? ഫുള്ളി ടാക്സബിൾ ആയിരിക്കും വരുന്നത്. അപ്പോൾ ടാക്സബിൾ പെൻഷൻ ഈസ് ഈക്വൽ ടു എത്രയായിരിക്കും വരിക? 24,000. മനസ്സിലായോ? കാരണം ഇത് ടാക്സബിൾ ആവാൻ കാരണം എന്താണ്? അയാള് കമ്മ്യൂട്ടഡ് പെൻഷന് പാർട്ട് കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് അയാൾക്ക് ഫുള്ളി ടാക്സബിൾ ആയത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിൽ 3 എല്ലാം കൂടി എന്താ പറയുക ഇൻക്ലൂഡ് ചെയ്തതാണ് കേട്ടോ. മിസ്റ്റർ രമേശ് റിട്ടയർഡ് ഫ്രം സർവീസ് 31/12/2019. അപ്പോൾ എഴുതി വയ്ക്കുക റിട്ടയറിംഗ് പീരീഡ് എത്രയാണ്? 31/12/2019. ഓക്കെ, ഇനി ഹിസ് മന്ത്ലി പെൻഷൻ വാസ് ഫിക്സഡ് 6,000 per month. അപ്പോൾ 6,000 per month. മന്ത് ആണോ ഇയർ ആണോ എന്നൊക്കെ നോക്കണം കേട്ടോ. He commuted half of his pension and received 2,70,000. എത്രയായിരിക്കും കമ്മ്യൂട്ടഡ് പെൻഷൻ? എത്രയാണ് പറഞ്ഞേക്കുക? ഹാഫ് ആണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓക്കെ, കമ്മ്യൂട്ടഡ്. ഇനി എന്താ പറഞ്ഞേക്കണേ? അപ്പോൾ അയാൾക്ക് റിസീവ് ചെയ്തിരിക്കുന്ന എമൗണ്ട് എത്രയാണ്? 2,70,000 rupees ആണ് കിട്ടുന്നത്. ഇനി കമ്പ്യൂട്ട് ഹിസ് ടാക്സബിൾ കമ്മ്യൂട്ടഡ് പെൻഷൻ ഫോർ ദ പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആനുവൽ പെൻഷൻ ആണ് കാണാനുള്ളത്. ഓക്കെ, ഇനി ആദ്യത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ഗവൺമെന്റ് എംപ്ലോയി എന്നാണ് ചോദ്യം വരുന്നത്. അപ്പോൾ ഗവൺമെന്റ് എംപ്ലോയി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരുന്നത്? ഫസ്റ്റ് വൺ ഗവൺമെന്റ് എംപ്ലോയി. അപ്പൊ എന്താ നമ്മൾ പഠിച്ചത്? ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫുള്ളി എക്സംപ്റ്റഡ് കമ്മ്യൂട്ടഡ് പെൻഷൻ ഫുള്ളി എക്സംപ്റ്റഡ് എന്ന് എഴുതാം. ഇനി അതിലെന്തായിരിക്കും വരുന്നത്? അതിൽ അയാൾക്ക് എത്രയാണ് മന്ത്ലി പെൻഷൻ എത്രയാണ് കിട്ടുന്നത്? 6,000 rupees ആണ്. 6,000ന്റെ എത്ര? ഹാഫ് ആണ് കമ്പ്യൂട്ടഡ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ എത്രയായിരിക്കും? 6,000 into 1/2. അപ്പൊ എത്രയായിരിക്കും? 3,000 rupees അല്ലേ? ഇനി 3,000 rupees എത്ര മാസമാണ് അയാൾ? ഡിസംബറിലാണ് അയാൾ റിട്ടയർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഡിസംബറിൽ റിട്ടയർ ചെയ്യുമ്പോൾ എത്രയായിരിക്കും വരുന്നത്? ജനുവരി, ഫെബ്രുവരി, മാർച്ച് 3 മാസമാണ് ഉള്ളത്. അപ്പോൾ പെൻഷൻ എങ്ങനെയായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുക? 3,000 into 3. അപ്പൊ എത്രയായിരിക്കും? 9,000 rupees. 9,000 rupees എന്തായിരിക്കും? which is not taxable. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലാറ്റ് എമൗണ്ട് 50,000 rupees സാലറി ഇൻകത്തിൽ നിന്ന് നമുക്ക് സബ്ട്രാക്ട് ചെയ്യാം. അത് ബിഫോർ കാൽക്കുലേഷൻ ഓഫ് ടാക്സബിൾ ഇൻകം ആണ്. ഇവിടെ നമ്മൾ ഇൻകമായി എടുക്കുന്നത് പെൻഷൻ ആയതുകൊണ്ടാണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഇവിടെ ലെസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് എന്തായിരിക്കുന്നത്? നോട്ട് ടാക്സബിൾ എമൗണ്ട് എന്തായിരിക്കും? ടാക്സബിൾ ആയിട്ടുള്ള എമൗണ്ട് നീലായിരിക്കും വരുന്നത്. ഓക്കെ, എമൗണ്ട് ഓക്കെ, അല്ലെങ്കിൽ നോട്ട് ടാക്സബിൾ എന്ന് എഴുതിയാലും മതി. നോട്ട് ടാക്സബിൾ എന്ന് എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. എന്താണെന്ന് മനസ്സിലായോ? ഗവൺമെന്റ് എംപ്ലോയി ആകുമ്പോൾ എന്തായിരിക്കും? ഫുള്ളി എക്സെപ്റ്റഡ് ആണ്. പിന്നെ എന്തായിരിക്കും വരുന്നത്? കമ്പ്യൂട്ടഡ് പെൻഷൻ ആകുമ്പോൾ 6,000 rupees ഹാഫ് ആണ് വരുന്നത്. അതുകൊണ്ടാണ് 3,000 വന്നത്. 3,000 into 3 എന്ന് പറയുമ്പോൾ 9,000 rupees ആണ്. പിന്നെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ന് പറയുന്ന എമൗണ്ട് 50,000 വരെയുണ്ട്. അപ്പൊ അത് എടുക്കുകയാണെങ്കിലും എന്തായിരിക്കും വരുന്നത്? നമുക്ക് പേയ്മെന്റ്, അതായത് ടാക്സബിൾ ആയിട്ടുള്ള എമൗണ്ട് ഉണ്ടാവില്ല എന്നർത്ഥം. ഓക്കെ, അടുത്തത് വരുന്നത് എന്തായിരിക്കും വരിക? എ പ്രൈവറ്റ് എംപ്ലോയി ഹു റിസീവ്ഡ് ഗ്രാറ്റുവിറ്റി എന്നാണ് പറയുന്നത്. ഇനി പ്രൈവറ്റ് എംപ്ലോയി ആണ്, അയാൾക്ക് ഗ്രാറ്റുവിറ്റി എന്തായിരിക്കും വരുന്നത്? ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്യുന്നു. ഹു റിസീവ്ഡ് ഗ്രാറ്റുവിറ്റി? റിസീവ്ഡ് ഗ്രാറ്റുവിറ്റി 1/3 ആയിരിക്കും ഉണ്ടാവും. ഇപ്പോ ഇതിൽ എത്രയാ പറഞ്ഞേക്കണേ? ആദ്യം തന്നെ നമ്മൾ എഴുതണം കമ്മ്യൂട്ടഡ് പെൻഷൻ എത്രയാണുള്ളത്? കമ്മ്യൂട്ടഡ് പെൻഷൻ ആദ്യം കണ്ടുപിടിക്കണം. ഓക്കെ, 2,70,000 into ഹാഫ് അല്ലേ? ഹാഫിന്റെ നേരെ ഓപ്പോസിറ്റ്, അതായത് ടോട്ടൽ പെൻഷൻ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ അത് എത്രയായിരിക്കും വരുന്നത്? കമ്മ്യൂട്ടഡ് പെൻഷൻ എന്ന് പറയുമ്പോൾ 2/1, അതായത് റെസിപ്രോക്കൽ ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എത്ര വരും? 5,40,000 rupees ആയിരിക്കും വരിക. ഇതാണ് എന്തായിരിക്കുന്നത്? കമ്മ്യൂട്ടഡ് പെൻഷൻ. ഈ എത്ര വരെ വരും? 5,40,000 വരെയാണ് അയാളുടെ അതായത് പെൻഷൻ. കമ്മ്യൂട്ടഡ് പെൻഷൻ ഹാഫ് എടുക്കുമ്പോൾ 2,70,000 ആണ്. അതിന്റെ റെസിപ്രോക്കൽ ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് 5,40,000 rupees ആണ്. ഇനി അതിന്റെ എത്ര വരെയാണ് ഡിഡക്ഷൻ കിട്ടുന്നത്? നമുക്ക് 1/3. ബിക്കോസ് എന്തായിരിക്കും വരുന്നത്? എന്താണ് നമുക്ക് അയാൾക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഹു റിസീവ്ഡ് ഗ്രാറ്റുവിറ്റി. ഗ്രാറ്റുവിറ്റി കിട്ടുന്നതുകൊണ്ടാണ് 1/3 എടുക്കുന്നത് കേട്ടോ. ഇനി 5,40,000ന്റെ 1/3 എക്സംഷൻ എഴുതാം. എക്സംഷൻ 5,40,000 into 1/3 എത്രയായിരിക്കും വരിക? എത്രയാ വരിക? 3 ഇതിൽ വരുമ്പോൾ 1,80,000 rupees എക്സംഷൻ കിട്ടുന്നത്.
നമ്മൾക്ക് കിട്ടിയത് എത്രയാണ്, കമ്മിറ്റഡ് പെൻഷൻ എത്രയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, നമുക്ക് എത്രയാണ് വന്നത് 2,70,000 rupees അല്ലേ, 2,70,000 rupees ആണ്. അപ്പോൾ നമുക്ക് എത്ര രൂപയാണ് നമുക്ക് ടാക്സബിൾ ആയിട്ടുള്ള എമൗണ്ട് വരിക, 90,000 rupees ആണ് നമുക്ക് എന്തായിരിക്കും വരുന്നത്, ടാക്സബിൾ വാല്യൂ ഓഫ് കമ്മിറ്റഡ് പെൻഷൻ. മനസ്സിലായോ? കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കമ്മിറ്റഡ് പെൻഷൻ കിട്ടിയത് 2,70,000, അതിന്റെ റെസിപ്രോക്കൽ എടുത്തപ്പോൾ നമുക്ക് 5,40,000 ആണ്. ഇതിൽ 1/3 വരെ നമുക്ക് എക്സംഷൻ കിട്ടും. അത് എന്തുകൊണ്ടാണ്, ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്തതുകൊണ്ട്. അപ്പൊ നമുക്ക് കിട്ടും 1,80,000 ആണ്. പക്ഷെ നമുക്ക് കിട്ടിയത് എത്രയാണ്, 2,70,000 ആണ്. 2,70,000 ആയതുകൊണ്ട് 2,70,000 മൈനസ് 1,80,000 കിട്ടുമ്പോൾ 90,000 ആണ്. അപ്പൊ അതായത് ടാക്സബിൾ വാല്യൂ ഓഫ് കമ്മിറ്റഡ് പെൻഷൻ എന്ന് പറയുന്നത് 90,000 rupees ആണ്. ഇനി എത്രയാണ് ടാക്സബിൾ ആയിട്ടുള്ള പെൻഷൻ, നമുക്ക് എത്ര രൂപയാണ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു, എത്രയായിരുന്നു, 6,000 per month ആണ്. അപ്പോ 6,000 into എത്രയായിരിക്കും, ഹാഫ്, അതായത് 3,000 rupees. 3,000 into എത്ര മാസത്തേക്കായിരുന്നു, 12 മാസത്തേക്ക്. അതായത് 12-നാണ് റിട്ടയർ ചെയ്തിരിക്കുന്നത്. സോ എന്തായാലും ജനുവരി, ഫെബ്രുവരി, മാർച്ച് 3 മാസമല്ലേ വരാ. അപ്പൊ 3 മാസം, അപ്പൊ 9,000. മനസ്സിലായോ? അപ്പോ 99,000 rupees ആണ് എന്തായിരിക്കും വരുന്നത്, ടാക്സബിൾ ആയിട്ടുള്ള നമ്മുടെ ടോട്ടൽ പെൻഷൻ വരുന്നത്. ഓക്കെ, ടോട്ടൽ പെൻഷൻ എത്രയാണ്, 99,000. നമുക്ക് ടോട്ടൽ പെൻഷൻ വന്നിരിക്കുന്നത് 99,000 അല്ലേ. ഞാൻ പിന്നെ വേറൊരു സാധനത്തിന്റെ കാര്യം പറഞ്ഞില്ലേ, ഏതായിരുന്നു, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. ആ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എത്രയാണ് എമൗണ്ട് പറഞ്ഞിരിക്കുന്നത്, 50,000 rupees അല്ലേ. അപ്പൊ ആ 50,000 rupees കുറച്ച് കഴിഞ്ഞാൽ ബാക്കി എത്രയായിരിക്കും വരിക, 49,000. ഈ എമൗണ്ട് ആയിരിക്കും ടാക്സബിൾ പെൻഷൻ. മനസ്സിലായോ? ടാക്സബിൾ പെൻഷൻ എത്രയാണ് വരുന്നത്, 49. അതായത് ഇവിടെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ടാക്സബിൾ വാല്യൂ ഓഫ് കമ്മിറ്റഡ് പെൻഷൻ വരുന്നത് 90,000 rupees ആണ്. നമുക്ക് പെൻഷൻ അവർ പറഞ്ഞത് 6,000 per month ആണ്. അതായത് 2,70,000 ലംസം ആയിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ എന്തായിരിക്കും 6,000 rupees എന്തായിരിക്കും മന്ത്ലിയും കിട്ടുന്നുണ്ട്. അതിൽ നമുക്ക് എന്തൊക്കെ ഹാഫ് എടുക്കാൻ പാടുള്ളൂ. അതിൽ 3,000 ഇൻറ്റു പിന്നെ അപ്പോൾ 3,000 rupees കിട്ടും. 3 മാസത്തേക്കാകുമ്പോൾ എത്രയായിരിക്കും, 9,000 rupees ആണ്. 90,000 പ്ലസ് 9,000 99,000. 99,000-ൽ നിന്ന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എത്രയാണ്, 50,000 കുറയ്ക്കുമ്പോൾ നമുക്ക് ടാക്സബിൾ പെൻഷനായി കിട്ടുന്നത് 49,000. ഇതാണ് എന്തായിരിക്കും വരുന്നത്, റിസീവ്ഡ് ഗ്രാറ്റുവിറ്റി. ഓക്കെ, ആദ്യം നമ്മൾ ചെയ്തത് എന്തായിരുന്നു, ഗവൺമെന്റ് എംപ്ലോയി ആകുമ്പോൾ ഫുള്ളി എക്സംപ്റ്റഡ് ആയിരുന്നു. ഇനി ഇപ്പോൾ ഒരാൾക്ക് റിസീവ്ഡ് ഗ്രാറ്റുവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തായിരിക്കും, ഗ്രാറ്റുവിറ്റി കിട്ടാത്ത ഒരാൾക്ക് എങ്ങനെയായിരിക്കും എന്നാണ് നോക്കുന്നത്. ഓക്കെ, അതെങ്ങനെയായിരിക്കും ചെയ്യാം, ആദ്യം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എന്തായിരിക്കും വരുന്നത്, എലിജിബിൾ കമ്മിറ്റഡ് പെൻഷൻ എത്രയായിരിക്കും വരുന്നത്, 2,70,000 into 2 എത്രയായിരിക്കും വരുന്നത്, 5,40,000. ഓക്കെ, ഇനിയാണ് എന്താണ് എക്സംഷൻ. ഗ്രാറ്റുവിറ്റി കിട്ടാത്ത ഒരാൾക്ക് എക്സംഷൻ എത്ര രൂപയാണ്, ഹാഫ് ആണ്. അതായത് ഹാഫ് എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും, ഹാഫ് ഓഫ് എക്സംഷൻ ആയിരിക്കുള്ളൂ കേട്ടോ. എക്സംഷൻ 5,40,000 into half എത്രയായിരിക്കും, 2,70,000 rupees വരെയാണ് എക്സംഷൻ കിട്ടുന്നത്. നേരത്തെ എത്രയായിരുന്നു, 1,80,000 ആയിരുന്നു. അതെന്തുകൊണ്ടാ 1/3 എടുത്തോണ്ട് കേട്ടോ. ഇതിൽ ഹാഫ് എടുക്കാൻ പാടുള്ളൂ. റിസീവ്ഡ് നോട്ട് റിസീവ്ഡ് ഗ്രാറ്റുവിറ്റി പ്രത്യേകം ശ്രദ്ധിക്കണം. 2,70,000 ഇവിടെ എത്രയാണ് അയാൾക്ക് കിട്ടുന്നത്, റിസീവ്ഡ് എത്രയായിരുന്നു, കിട്ടിയത് എത്രയാ, കമ്മിറ്റഡ് പെൻഷൻ കിട്ടിയത് എത്രയാ, 2,70,000. അപ്പൊ എന്തെങ്കിലും ഇനി കൊടുക്കാനുണ്ടോ, ഒന്നുമില്ല, 0. ഓക്കെ, ഇനി എന്തായിരിക്കും നമുക്ക് കാണുന്നത്, പെൻഷൻ. പെൻഷൻ എങ്ങനെയാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്, എത്ര രൂപയായിരുന്നു പെൻഷൻ കിട്ടിയിട്ടുള്ളത് മന്ത്ലി, 6,000 rupees അല്ലെ. 6,000-ന്റെ ഹാഫ്, അപ്പോൾ 3,000 ഇൻറ്റു ഡിസംബറിൽ റിട്ടയർ ചെയ്തുകൊണ്ട് 3 ആണ്. അപ്പൊ എത്രയായിരിക്കും, 9,000 rupees. അപ്പോ നമുക്ക് എത്രയായിരിക്കും വരുന്നത്, ടാക്സബിൾ എത്രയായിരിക്കും, ടോട്ടൽ പെൻഷൻ വരുന്നത്, ടോട്ടൽ പെൻഷൻ to 9,000. ഓക്കെ, ഇനി സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ വേണ്ടേ, 50,000. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഓൾറെഡി നമ്മുടെ കയ്യിൽ 50,000 വരെ ഉണ്ട്. അപ്പൊ നമ്മൾ ഈ എത്രയായിരിക്കും, 9,000 ടാക്സ് കൊടുക്കേണ്ടി വരുമോ, അപ്പൊ നമുക്ക് 50,000 വരെ ഉള്ളതുകൊണ്ട് ഇതായിരിക്കും വരുന്നത് ഈ എമൗണ്ട്. 9,000 ഒന്നും കൊടുക്കേണ്ടി വരില്ല. അപ്പോൾ വിച്ച് ഈസ് നോട്ട് ടാക്സബിൾ ആസ്
സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അവൈലബിൾ ആയിരുന്നു. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 കിട്ടുന്നത് കൊണ്ട് നമുക്ക് എന്തായിരിക്കും വരുന്നത്, ഒരു എമൗണ്ടും പെൻഷനിൽ ടാക്സബിൾ അല്ല. അപ്പോൾ 3 എണ്ണമാണ് പഠിച്ചത്. ഗവൺമെന്റ് എംപ്ലോയിയുടെ പഠിച്ചു, ഫുള്ളി എക്സംപ്റ്റഡ്. പിന്നെ എന്തായിരിക്കും വരുന്നത്, ഗ്രാറ്റുവിറ്റി കിട്ടുകയാണെങ്കിൽ. ഗ്രാറ്റുവിറ്റി കിട്ടുകയാണെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കണം, ഒരിക്കലും മറക്കരുത്, 1/3 ആണ് ഡിഡക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നോൺ റിസീവ്ഡ് ഗ്രാറ്റുവിറ്റി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടഡ് പെൻഷന്റെ ഹാഫ് ആണ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും പിന്നെ എന്നിട്ട് നമുക്ക് എത്രയാണ് പെൻഷൻ മന്ത്ലി കിട്ടുന്നതെന്നും കൂടി നോക്കാം. അത് ഡിഡക്ട് ചെയ്യാം. അപ്പൊ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അതിൽ നിന്ന് ഉണ്ടെങ്കിൽ എമൗണ്ട് ഡിഡക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടാക്സ് ഉണ്ടാവും. മിക്കവാറും എന്തായിരിക്കും വരുന്നത്, ഈ ഒരു കണക്കിലൊക്കെ വരുന്നത് 3 സ്റ്റെപ്പ് ഉണ്ടാവും, അതാണ് വരുന്നത്. ഇപ്പൊ സിംഗിൾ ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും വരുന്നത്. ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഇൻകം ഫ്രം സാലറിയിലെ ആദ്യത്തെ ഹെഡിങ്ങും ടോപ്പിക്കും അതിന്റെ പെൻഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിലെ പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്തത്. വളരെ എളുപ്പമാണ്. ഞാൻ പരമാവധി സിമ്പിളാക്കി പറയാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടേയിരിക്കും. ഞാനിത് കണ്ടിന്യൂസ് ആയിട്ട്, ഇത് സീരീസ് ആയിട്ട് തന്നെയാണ് ഇടാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് പറയണം. എക്സ്പ്ലനേഷൻ വേണമെങ്കിലും പറഞ്ഞോളൂ. താങ്ക് യു.